LIC അദാനി വിവാദം ആദ്യമായിട്ടല്ല. 2023 ഹിൻഡൻബർഗ് റിപ്പോർട്ട്, ഞാൻ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, അത് ഒന്നുമല്ലാതായി തീർന്നു. LICയുടെ ഫണ്ട് അദാനിയിൽ നിക്ഷേപിക്കുക വഴി വൻ നഷ്ടമാണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് പറഞ്ഞുള്ളതായിരുന്നു. അതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നതായിരുന്നു ആ വിവാദങ്ങളുടെ അടിത്തറയെങ്കിൽ ഇന്ന് മറ്റൊരു തരത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള 33,000 കോടി രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചതനുസരിച്ച് LIC നിക്ഷേപിക്കാൻ പോകുന്നു, അതുവഴി പാവപ്പെട്ടവരുടെ കാശ് നഷ്ടപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. എന്തുകൊണ്ട് LICയെ എപ്പോഴും ഈ വിവാദങ്ങളിലേക്ക് കൊണ്ടിടുന്നു എന്നുള്ളതാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അതായത് ഇന്ത്യയിലെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഇൻഷുറൻസ് വിപണിയിലെ LICയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിൽ തന്നെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഏറ്റവും അധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരുടെ സ്വാധീനത്തോടുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് നെഗറ്റീവ് വാർത്തകൾ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മാർക്കറ്റ് വിഹിതം കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഇപ്പോൾ 12.7% തിരിച്ചു പിടിച്ചുകൊണ്ട് മോർ ദാൻ 65% എന്ന തലത്തിലേക്ക് ഇന്ത്യയിൽ LIC അതിന്റെ അപ്രമാദിത്വം വീണ്ടും അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതിന്റെ മാർക്കറ്റ് വിഹിതത്തെ കുറയ്ക്കുക, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് വളർന്നു വരുന്നതിനുള്ള ഒരു അടിസ്ഥാനം ഒരുക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വാർത്തകൾ കെട്ടിപ്പടുക്കുക, ജനങ്ങളെ ആശങ്കാകുലരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള വാർത്തകളും മാർക്കറ്റിൽ വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് LIC ഒഴികെയുള്ള ബാക്കി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള 25ഓളം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ മൊത്തം മാർക്കറ്റ് വിഹിതം 35% താഴെയാണ്. LIC ഇന്ന് വിപണിയിലെ വൈവിധ്യമാർന്ന നിക്ഷേപ ഇൻഷുറൻസ് പദ്ധതികളിലൂടെ അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അർഹിക്കുന്ന പുച്ഛത്തോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള വാർത്തകളെ തള്ളിക്കളയാം.